ഞാൻ ഇപ്പൊ അങ്ങ് വരാം. ഇനി 3 മിനിറ്റിൽ കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കേ അപ്പൂപ്പ. അപ്പൂപ്പ വേഗം സ്പേസ്ഷിപ്പിൽ കയറി നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ വന്നോളാം. ഇല്ല, ഞങ്ങൾ നിന്റെ ഒപ്പമേ വരുന്നുള്ളൂ. കിംലി, ഇത് വാശി പിടിക്കാനുള്ള സമയമല്ല. വേഗം പോ. ഇനി 30 സെക്കൻഡ് മാത്രം ബാക്കി. അതിനുള്ളിൽ റോബോബോയ് മെറ്റിയോറിനെ ബ്ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഫുർസത് ഗഞ്ചിനോടൊപ്പം മറ്റു പല നഗരങ്ങളും തകരാൻ സാധ്യതയുണ്ട്. റോബോബോയ് മെറ്റിയോറിൽ എന്താ ചെയ്യുന്നതെന്ന് യാതൊരു വിവരവുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സാറ്റലൈറ്റിന് മെറ്റിയോറിന് മുകളിലുള്ള സാറ്റലൈറ്റ് പിക്ചേഴ്സ് അയക്കാൻ സാധിക്കാത്തതെന്നും അറിയില്ല. ഓഹോ, ഇവര് പിന്നെ വന്നോ? വഴക്കുണ്ടാക്കാനുള്ള സമയമില്ലല്ലോ. സെക്കൻഡ്, 2 സെക്കൻഡ്. ഇനി റോബോബോയ് മെറ്റിയോറിനെ തകർത്തിരിക്കുകയാണ്. പക്ഷേ ആ റോബോബോയ് എവിടെ? അപ്പൂപ്പ, വേരെവിടെ പോയി? അയ്യോ, റോബോബോയിനെ കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. എമിലി, എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ വീറിനെ അതാ നമ്മുടെ റോബോബോയ്. റോബോബോയ് വരുന്നുണ്ട്. നമ്മളെ രക്ഷിച്ച റോബോബോയ് ഇതാ വരികയായി. റോബോബോയ് സ്യൂട്ട് ഓൺ. റോബോബോയ് സ്യൂട്ട് ഓൺ. അങ്ങോട്ട് നോക്ക്, റോബോബോയ്. ഓ, അപ്പൊ ഈ വീരായിരുന്നല്ലേ റോബോബോയ്? എനിക്ക് ആദ്യം തൊട്ടേ സംശയം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യേ. ഇതെന്താ പെട്ടെന്ന് ഇരുട്ടായത്? ആരെങ്കിലും ലൈറ്റ് ഇടാ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എടാ മണ്ട, നിന്റെ തലയിലിരിക്കുന്ന കല എടുത്ത് മാറ്റടാ. അയ്യോ, ഇതെന്താ? ചൽബുൾ, അങ്ങോട്ട് നോക്ക്. ബബ്ലി വീറിനെ ഷൂട്ട് ചെയ്യാ. അവരെ ഇപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെയാ. ഈ ജിൻഡു ഇത് എവിടെ പോയി കിടക്കുക? സാരമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം. ആരാ എന്നെ അടിച്ചത്? ആരെങ്കിലും രക്ഷിക്കണേ. താങ്ക് യു റോബോബോയ്, താങ്ക് യു. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യം ഒന്ന് മാറ്റി വെക്കൂന്നേ പ്ലീസ്. ദേഷ്യം നമുക്ക് ഒരിക്കലും നല്ലതിനല്ല. നീ ഭയങ്കര ശക്തിശാലിയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ തോൽവി സമ്മതിക്കുന്നു. ചെന്ന ട്രക്ക് തടഞ്ഞു നിർത്ത്. അതിപ്പോൾ പാലമിടിച്ച് തകർക്കും. എന്റെ ദൈവമേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ പാലം മുഴുവനായി പൊളിയുന്നതിന് മുന്നേ ഇത് എങ്ങനെങ്കിലും തടയണം, അല്ലെങ്കിൽ ഇതെല്ലാം താഴെ വീഴും. ആരാ ഇത് എന്നെങ്ങനെ പിന്നെയും അടിക്കുന്നത്? അടിക്കരുത്.
പണമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ വീറിനെ ഒന്ന് പിടിക്കുക? എനിക്ക് പണം വേണം, ഒരുപാട് പണം വേണം. എന്നാലേ എനിക്ക് വീറിനെ പിടിക്കുവാനായി പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കൂ. ഞാൻ ഇപ്പൊ വരാം ബോസ്. എന്താണ് ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഇതിലെല്ലാം കൂടി 530 രൂപയുണ്ട്. ബോസിന് ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോളൂ. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? എടാ മൊട്ടത്തലയാ, എടാ മരം കുത്തി പോറ. നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. നിന്നെ ഞാൻ ചമ്മന്തിയാക്കോടാ മൊട്ടത്തലയാ. തെറ്റെന്താണെങ്കിലും ഒന്ന് പറ. ഈ കാശ് കുറവാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഫുർസത്ഗഞ്ചിലുള്ള എല്ലാ ബാങ്കുകളും കൊള്ളയടിച്ച് ഞാൻ ആവശ്യത്തിനുള്ള പണം കൊണ്ടുവരൂലേ. Yes, yes. ഈ ഐഡിയ കൊള്ളാം. ഇത് പിടിക്ക. ഇത് ഇൻവിസിബിൾ റോബോട്ട് സ്യൂട്ട് ആണ്. ഇത് ധരിച്ചാൽ പിന്നെ നിന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. ചെല്ലടാ, എന്നിട്ടൊന്നുപോലും വിടാതെ എല്ലാ ബാങ്കുകളും കൊള്ളയടിക്ക്. ഈ കാണുന്ന റെഡ് ബട്ടൺ അമർത്തിയാൽ നീ അപ്രത്യക്ഷനാകും. ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ നിന്നെ പഴയതുപോലെ കാണാനാകും. മനസ്സിലായോടാ? ഓക്കേ ബോസ്, എനിക്കെല്ലാം മനസ്സിലായി. ഇതെന്താ? ഭൂതം ബാങ്ക് കൊള്ളയടിക്കുന്നേ. താൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്നിട്ട് ഭൂതവും പ്രേതവും എന്നൊക്കെ പറയുന്നു. ഭൂതവും പ്രേതവും ഒന്നും ഇല്ലെന്നേ. അത് ശരി. അപ്പൊ ഭൂതങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നാ പിന്നെ പറഞ്ഞേ, തന്നെ ഇപ്പോൾ ആരാണ് ഈ തല്ലുന്നത്? ഒരബദ്ധം പറ്റിയതാ, സോറി. എടാ, നിന്റെ തലയ്ക്ക് എന്താ സൂക്കേടാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ബോസ് ബോസ്, ഞാനിപ്പോ വീറിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വരും. അവൻ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. മോന, ലൈറ്റ്സ് ഓൺ, മ്യൂസിക് ഓൺ, ഡാൻസ് തുടങ്ങിക്കോളൂ. ടിംബക്ടോ വീറിനെ പിടിച്ചോ, ടിംബക്ടോ വീറിനെ പിടിച്ചോ, ടിംബക്ടോ വീറിനെ പിടിച്ചോ, ടിംബക്ടോ വീറിനെ പിടിച്ചോ, ടിംബക്ടോ വീറിനെ. എന്ത് പറ്റേ? എന്താ ഒരു ശബ്ദം കേട്ടതാ? ഡാൻസ് കളിച്ചോളൂ ബോസ്, ഡാൻസ് കളിച്ചോളൂ. വീറിനെ ഇതാ ഞാൻ പിടിച്ചു കഴിഞ്ഞു. അവനെ ഒരു ചാക്കിൽ കെട്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. നീ ആള് കൊള്ളാടാ ടിംബക്ടോ. മോനാ, നീ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കെ. ബോസ്, ഡാൻസ് നിർത്തിക്കോളൂ, ഡാൻസ് നിർത്തിക്കോളൂ ബോസ്. അല്ല, ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചത്? വീറ് ആ ചാക്കിനകത്താണല്ലോ ഉള്ളത്. ഇതാരാ എന്നെ ചാക്കിനകത്ത് കെട്ടിവെച്ചത്? എന്ത് പറ്റിയടാ? ഞാൻ ഡാൻസ് ചെയ്യണോ അതോ വേണ്ടയോ? ബോസ്, ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ, ഒരേ ഒരു മിനിറ്റ്. വീർ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഏത് ഗെയിം വാങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. ഒരു മിനിറ്റ് നിക്കണേ, ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. ബോസ്, വീണ്ടും ഡാൻസ് തുടങ്ങിക്കോളൂ. വീറിനെ ഞാൻ പിടിച്ച് വീണ്ടും ചാക്കിൽ കെട്ടിയിട്ടുണ്ട്. ലൈറ്റ്സ് ഓൺ, മ്യൂസിക് ഓൺ, ഡാൻസ് തുടങ്ങിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. വരൂ വീർ, ഇത് കണ്ടില്ലേ? ഈ കാണുന്ന പുസ്തകങ്ങളെല്ലാം നിങ്ങൾ ഷെൽഫിൽ വൃത്തിയായി അടുക്കി വെക്കണം. ഓക്കേ സർ. എന്നാ വീർ, നമുക്കൊരു മത്സരം നടത്തിയാലോ? പകുതി ബുക്സ് നീ എടുക്കണം, ബാക്കി പകുതി ഞാൻ എടുത്തു വെച്ചോളാം. നമുക്ക് നോക്കാം ആദ്യം ആരാ തീർക്കുന്നേന്ന്. ഓക്കേ, മത്സരം തുടങ്ങിയേക്കാം.